കൂട്ടുകാരെ, വനിതാ ദിനമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ ആകുമല്ലോ നിങ്ങൾ എല്ലാവരും. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് നോക്കിയാലോ. അങ്ങ് അമേരിക്കയിൽ ഇന്ന് നാഷണൽ ഗെറ്റോറി ഡേ ആണ്. എന്ന് വെച്ചാൽ എന്നാന്നല്ലേ, മുൻകാല വേദനകളെ മറന്ന് പോസിറ്റീവായ കാലത്തിനായി മനസ്സൊരുക്കാനാണ് ഈ ദിനാചരണം. എന്നാ പിന്നെ എല്ലാവരും വിദ്വേഷവും അരിശവും പഴയ അബദ്ധങ്ങളും പരാജയങ്ങളും വേദനകളും ഒക്കെ മറക്കാനായി അവയൊക്കെ എടുത്ത് ചവറ്റുകൂട്ടയിലങ്ങ് ഇടുവല്ലേ. ഞാൻ എന്തായിട്ട് കഴിഞ്ഞു. ഹാപ്പി ഗെറ്റോറി ഡേ ടു ഓൾ. പറഞ്ഞു പറഞ്ഞ് നേരം പോയി. പെട്ടെന്ന് അങ്ങടെ തലക്കെട്ടുകളിലേക്ക് പോയാലോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ വിവിധ മാസ്റ്റേഴ്സ്, PhD, എക്സ്റ്റേണൽ രജിസ്ട്രേഷൻ പ്രോഗ്രാമിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം. MSc, ഇന്റഗ്രേറ്റഡ് PhD, MTech, മാനേജ്മെന്റ്, PhD, MTech എന്നീ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടാം. കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന വെബ്സൈറ്റിൽ. റബ്ബർ ബോർഡിന്റെ കീഴിൽ കോട്ടയത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ് മോളിക്യുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി ടെക്നിക്സിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. വെറും 3 മാസത്തിൽ സർട്ടിഫിക്കറ്റ് നേടാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. വിവരങ്ങൾക്ക് വെബ്സൈറ്റ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവേചനമില്ലാതാക്കുന്നതിനും നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പാക്കാൻ മേൽനോട്ടം വഹിക്കുന്നതിനും തുല്യ അവസര കേന്ദ്രം സ്ഥാപിക്കാൻ കരട് മാർഗനിർദ്ദേശം പുറത്തിറക്കി UGC. നീക്കം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനവും ആത്മഹത്യകളും തടയാൻ 6 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ നിയന്ത്രണങ്ങൾ വിജ്ഞാപനം ചെയ്യണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന്. കോഴിക്കോട് കടലമ്മ മുത്തണ കര കോഴിക്കോട്. ബാക്കി പാടിക്കൊള്ളവാക്കുന്നില്ല. ഒരു വൈറൽ വീഡിയോയും അതിന് പിന്നിലുള്ള വിശേഷവുമായി കോഴിക്കോട് അയ്യപ്പൻ എഴുത്തച്ഛൻ AUPB സ്കൂൾ രാമനാട്ടുകരയിൽ നിന്ന് രാഹുൽ സുരേഷ് ചേരും. ഓവർ ടു യു രാഹുലേട്ടാ. കുറേയധികം കോളേജ് ക്യാമ്പസുകളിലൂടെ നടന്ന് കുറേ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെയാണ് കോഴിക്കോട് രാമനാട്ടുകരയിലുള്ള അയ്യപ്പൻ എഴുത്തച്ഛൻ AUP സ്കൂളിലേക്ക് എത്തിയത്. നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളും ഉണ്ടാക്കി സാലഡ് എന്ന പേരിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കണ്ടത്. ഇതിനോടകം 1 കോടിയിലധികം ആളുകളാണ് കൊച്ചു കൂട്ടുകാർ പങ്കെടുത്ത ആ വീഡിയോ കണ്ടിട്ടുള്ളത്. 3ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അവരുടെ പഠന ഭാഗമായി ആ വീഡിയോ തയ്യാറാക്കിയത്. Get ready for takeoff. Get ready for takeoff. ആ വീഡിയോയിലെ വൈറൽ താരങ്ങളാണ് നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത്. നമുക്ക് അവരോട് തന്നെ വിശേഷം ചോദിക്കാം. എല്ലാവർക്കും സുഖമാണോ? പരീക്ഷയ്ക്കൊക്കെ റെഡിയായോ? നമുക്ക് അധ്യാപകനും കൂടെ ചേരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 3rd സ്റ്റാൻഡേർഡിൽ ഇവർക്ക് പഠിക്കാനുള്ളൊരു EVSൻ്റെ അകത്ത് പഠിക്കാനുള്ള പഠന പ്രവർത്തനമാണ് സാലഡ് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുട്ടികൾക്കൊരു നേരെ അനുഭവമാക്കി മാറ്റുക. പിന്നെ നമുക്കൊരു തിയറി ക്ലാസ് എടുക്കുന്നതിലുപരി ഒരു പ്രാക്ടിക്കൽ ഒരു കണ്ടു പഠിക്കുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. അപ്പം ആ ഒരു തോട്ട് നമ്മൾ വെച്ചുകൊണ്ട് 3-4 ക്ലാസ്സിലെ അധ്യാപകർ നമ്മൾ സംയുക്തമായിട്ട് ചെയ്തൊരു പ്രവർത്തനമാണ് സാലഡ് മേക്കിംഗ്. അപ്പോൾ മാഷ് പറഞ്ഞ് സാലഡ് ഉണ്ടാക്കാം, വെജിറ്റബിൾസ് കൊണ്ടുവരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വെജിറ്റബിൾസ് കൊണ്ടുവന്ന് എന്നിട്ട് സൂപ്പർ ഒരു സാലഡ് ഉണ്ടാക്കി. എല്ലാം മിക്സ് ചെയ്ത് സൂപ്പർ നല്ല സൂപ്പറായ ഒരു സാലഡ് ഉണ്ടാക്കി. എന്നിട്ട് 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ കൊച്ചു മിടുക്കർ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. റെഡിയല്ലേ? എന്നായി പാടിക്കോ. കൂട്ടി വെച്ചിട്ട് പിന്നെ ഉള്ളി ക്യാരറ്റ് കക്കിരിയും അരിഞ്ഞു ചേർത്ത് വേണ്ട പച്ചമുളക് തക്കാളിയും ചേർത്ത് ഇളക്കി നല്ല സാലഡ് ഒന്ന് ഉണ്ടാക്കിടാം. വേണേൽ മല്ലിച്ചപ്പും കറിവേപ്പും അരിഞ്ഞു ചേർക്കാം. ഇത് ഹെൽത്തിയായ സാലഡാണ്, എന്നും കഴിക്കാം. ഉണ്ടാക്കി കഴിച്ചോളൂ എന്നും. സൂപ്പറാണ് സൂപ്പറാണ് സൂപ്പർ സൂപ്പർ സാലഡ് സൂപ്പറാ സാലഡ് സൂപ്പറാ സാലഡ്
ഒരുപാട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താറുണ്ട്. എന്തായാലും പാഠപുസ്തകത്തിൽ നിന്നും മാറി അത് ആ ഉപയോഗതലത്തിലേക്ക്, അനുഭവ തലത്തിലേക്കാണ് കുട്ടികളെ മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. എനിക്ക് പിന്നിൽ നിൽക്കുന്നത് അധ്യാപകരാണെങ്കിലും ഇവിടുത്തെ കുട്ടികൾക്ക് ഇവർ ചേട്ടനും ചേച്ചിയുമാണ്. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചിട്ട് കൂടി നമുക്ക് വേഗം പോവാം. വളരെ വ്യത്യസ്തമായ ഒരു അഭിസംബോധന രീതിയാണ് നമ്മുടെ വിദ്യാലയം ആദ്യകാലം മുതലേ തുടർന്നു വരുന്നത്. കുട്ടികളെയും അധ്യാപകരും തമ്മിൽ ഒരു വലിയൊരു അന്തരമില്ലാതെ അവരിൽ ഒരാളായിട്ട്, അല്ലെങ്കിൽ അത്തരമൊരു എന്താ പറയുക, അകൽച്ച തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു അഭിസംബോധന എന്ന രീതിയിലാണ് ചേട്ടനെന്നും ചേച്ചിയെന്നും വിളിച്ച് ശീലിപ്പിച്ചത്. രാമനാട്ടുകര അയ്യപ്പൻ എഴുത്തച്ഛൻ AUP സ്കൂളിൽ നിന്നും തൽക്കാലം വിട പറയുകയാണ്. ക്യാമ്പസ് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ. താങ്ക് യു രാഹുലേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ മെഗാ സാലഡ്? എന്നും ക്യാമ്പസ് കാലമായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? ഗുരുശിഷ്യ ബന്ധത്തിലെ കരുതലും സ്നേഹവും കാണിക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ? വിദ്യാർത്ഥികളെ ബെഞ്ചിലല്ല ചങ്കിലിരുത്തി പഠിപ്പിക്കുന്ന ഇതുപോലുള്ള അധ്യാപകർ വേണം. അങ്ങനെ ക്യാമ്പസ് ന്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ക്യാമ്പസിലെ വിശേഷങ്ങളുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.